കൊറിയാത്തിലെത്തിയിട്ട് നമ്മൾ ഇന്ന് മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഞാനൊന്നൊരു 6 മണി 6:30 ആകുമ്പോഴത്തേന് ഞാൻ എണീക്കും. പല്ലുതേപ്പ് നിസ്കാരം കഴിഞ്ഞ് നേരെ ബഗാലയിൽ പോയി. നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ കാലത്ത് തന്നെ അതിന്റെ പണി തുടങ്ങണം. ബഗാല നമ്മളെ റൂമിന്റെ താഴെ തന്നെ ആയതുകൊണ്ട് അതിന് വലിയ പണിയൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇതാണ് നമ്മളെ ചെക്കൻ അർഷാദ്. നമ്മളിവിടെ മാസത്തിലെ പൈസ കൊടുക്കുള്ളൂ കേട്ടോ. നമ്മളെ മലയാളികൾ തന്നെയാണ് ആ ബഗാല നടത്തുന്നത്. നേരെ കിച്ചണിൽ വന്ന് ചായക്കുള്ള വെള്ളം വെച്ച് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിടാണ്ടായിരുന്നു. ഇതെടുത്ത് കണ്ട് നേരെ താഴേക്ക് ഇറങ്ങി അവിടെ ഒരു കൊട്ടുണ്ട്, അതിൽ കൊണ്ട് ഇട്ടാൽ മതി. ബാക്കി ഇനി ബലജീന്റെ വണ്ടി വന്ന് കൊണ്ടുപോയിക്കോളും. എന്നപ്പോൾ വെള്ളം തളിച്ചിരുന്നു. അല്ലെങ്കിൽ പിന്നെ കായറ്റി രാവിലെ തീറ്റൊന്നുമില്ല. ചായ ഉണ്ടാക്കും, പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും ചെറുകടിയൊക്കെ കഴിക്കും. നമ്മൾ തലശ്ശേരി മോഡൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ നമ്മൾ ആദ്യമായിട്ട് പൊരിച്ച് വെച്ച് ഇവിടെയായിട്ട് ചിക്കൻ മസാല ഇട്ട് വെച്ചിരുന്നു. അതും പൊരിക്കൽ തുടങ്ങി. അപ്പോൾ നമ്മളെ റാഫിയൊക്കെ നീച്ച് വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ പണി പിന്നെ സ്പീഡായി. പരിപാടി പെട്ടെന്ന് കഴിച്ചണം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ പിന്നെ കുളിക്കുന്നിടത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കാവും. അപ്പോൾ നമ്മളെ പരിപാടിക്ക് വേഗം കഴിക്കണം. ബിരിയാണിയൊക്കെ റെഡിയായി നമ്മൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഇനി പള്ളി പോകാനുള്ള പരിപാടിയില്ല. അതിന് തന്നെ വണ്ടി പോയിരുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഫുള്ളാവും. പള്ളി കുറച്ച് അപ്പുറത്താണ്. 12:45 ബാങ്ക് കൊടുക്കുക. നമ്മളൊരു 12 മണിക്ക് തന്നെ പോകും. കാരണം എന്താ വെച്ചാൽ പള്ളിയും ഫുള്ളാവും. അത് നമ്മൾ പള്ളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചങ്ങായിമാർക്ക് ഫോട്ടോ എടുക്കണം എന്നിട്ട് വണ്ടിൻ്റെ അടുത്ത് പോയിക്കണം. ഏകദേശം പതിവ് പോലെ കച്ചവടക്കാരെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പരിപാടിയല്ല, ഈ ചങ്ങായിൻ്റെ പരിപാടിയാണ്. അങ്ങനെ ഒരാളൊക്കെ ഫോൺ കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് വീഡിയോ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞതാണ്. കൊറിയാത്തിൽ നമ്മൾ വരുന്ന പള്ളി അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പള്ളി. ഈ ഒരു പള്ളി നമ്മൾ കണ്ടിട്ടുള്ളൂ. വേറെ അവിടെയൊക്കെ ഉണ്ടാവും. ഈ കാരണം മുമ്പ് തന്നെ പള്ളിൻ്റെ മുന്നിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ ഏത് പള്ളിയിൽ പോയാലും എല്ലാ ഭക്തനും വെള്ളം കുടിക്കാനുണ്ടാവും അവിടെ. സാധാരണ ആ വെള്ളമൊക്കെ ഫ്രിഡ്ജിലുണ്ടാവില്ലേ. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ബാങ്കിൻ്റെ സമയമായ പിന്നെ ജുമ ചടപടാച്ചിട്ട് കഴിയുമ്പോൾ നേരം കഴിഞ്ഞ് പുറത്തിറങ്ങി നമുക്കൊന്നും വാങ്ങാനൊന്നുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വാങ്ങിയതിനെ ഇതുവരെ തീർന്നിട്ടില്ല. നമുക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഇന്ന് ഇവിടെ കിട്ടുട്ടോ. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഈത്തപ്പായ ആയാലും മുയലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. മുയലുണ്ട്, കോഴിയുണ്ട്. ഒക്കെ വില പേശി നമുക്ക് കുറഞ്ഞ വിലക്ക് മേടിച്ചോണ്ടാവാം. ഇതൊക്കെ നോക്കുന്നപ്പോത്തിന് വണ്ടി ഫുള്ളായിക്കണം. ഉള്ളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് വണ്ടിയിൽ കൊട്ടയിലിരുന്ന് പോയിഞ്ഞു. ഒരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട്. സംഭവം വണ്ടിന്റെ ബാക്കിലിരുന്ന് ഇങ്ങനെ പോകാനൊന്നും പാടില്ല. എന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പോലീസുകാരൊന്നും അത് ശ്രദ്ധിക്കൂല. ഏതാ നിസ്കാരത്തിന്റെ സമയമായാലും വണ്ടിയൊക്കെ നടു റോഡിലിട്ട് നിർത്തി പോണ ആൾക്കാരാണ്. ബംഗാളികളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. കുറെ ഒരു പച്ചക്കറിയും സാധനങ്ങളും എന്തൊക്കെയോ വാങ്ങിക്കണം. റൂമിലെത്തി നമ്മളെ ബിരിയാണി നമ്മൾ ദം പൊട്ടിച്ച്. മാഷാ അല്ലാ, ഏതാ ബിരിയാണി, നല്ല സെറ്റ് സാധനമായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. വെള്ളിയാഴ്ച പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഉറക്കം നിർബന്ധം. നമ്മൾ കുറച്ച് കൂടുതൽ നേരം കിടന്ന് ഉറങ്ങിക്കണം. എണീച്ചപ്പോൾ തന്നെ ഒരു 6 മണി കഴിഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു പൂതി പായസം ഉണ്ടാക്കിയാലോ. നേരെ ബഗാലെ പോയി മുബഷിറിനോട് ചോദിച്ചു, മുബഷിറെ പായസം ഉണ്ടാക്കിയ ഏതാ നല്ലതായിരുന്നു. അപ്പോൾ ചിരിച്ചാ. ഇതൊക്കെ നമ്മുടെ ചെക്കന്മാർ തന്നെയാണ് കേട്ടോ. പായസത്തിനുള്ള സാധനങ്ങൾ എടുത്ത് നമ്മൾ പോകുന്നത്. നെയ്യ് മാത്രം എടുത്തില്ല. നെയ്യിന് നല്ല പൈസ. ചെറിയ കുപ്പി കിട്ടാനുമില്ല. വലിയ കുപ്പി കൊടുന്ന് വെച്ചാൽ ഇഞ്ഞത് എന്നോ ഉപയോഗം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ച് ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ പായസം ഏകദേശം റെഡി ആയിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് പായസം ഉണ്ടാക്കി നോക്കുന്നത്. ഉണ്ടാക്കിയത് വലിയ കുഴപ്പമൊന്നുമില്ല, ഉഷാറായിരുന്നു. ഇപ്പോഴാണ് നമ്മളെ വാജിദ് ഭായി നമ്മൾ റൂമിലേക്ക് വരുന്നത്. ഒരു ഗ്ലാസ് കുടിച്ചു നോക്കുന്നിട്ട് ഓനക്കും കൊടുത്ത് അവനത് കുടിച്ചിട്ട് ഓനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൻ പിന്നെ മൊത്തം തുടച്ച് വടിച്ചെടുത്ത് കുടിച്ച്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സാധനത്തിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓൻ പിന്നെ റൂമൊക്കെ എന്തായാലും ഓനക്ക് ആരെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻവീറിനാണ്. ഇവിടെ വന്ന് ഹിന്ദിയൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചുകൊണ്ടേ മുട്ടി ഇങ്ങനെ ഒപ്പിച്ച് പോവാം. കാരണം ബംഗാളികൾ, പാകിസ്ഥാനികൾ, യെമിനികളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പണിക്കുള്ളത്. അതുകൊണ്ട് അറബിൻ തന്നെ നമ്മൾ കിട്ടുന്ന പോലെ ഇങ്ങനെ ഒപ്പിക്കും. ഉച്ചക്കത്തെ ബിരിയാണി രാത്രി ചൂടാക്കി കഴിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.